നീറ്റ് പരീക്ഷയായി ബന്ധപ്പെട്ട് പലരും പല അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നത് ഇതുപോലെ സമരത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ നീറ്റ് പരീക്ഷ പോലെ മറ്റ് ചില പരീക്ഷകളുണ്ട്, അതെല്ലാം ലീക്കാവുണ്ട്, അതിനെന്താ സമരം ചെയ്യാത്തതെന്നാണ് അവർ ചോദിക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് എന്താ പ്രത്യേകത എന്നാണ്. ഇത് മീഡിയം ക്ലാസ്സുകാരുടെ, ഒരു സാമ്പത്തികമായിട്ടും മുന്നോക്കം നിൽക്കുന്ന ആളുടെ സമരമാണ് എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അത് ഒരിക്കലും ശരിയല്ല. ഈ മെഡിക്കൽ നീറ്റിൽ പാവപ്പെട്ടവനും വരുന്നുണ്ട്, പല രീതിയിലുള്ള ആളുകളും വരുന്നുണ്ട്, പണക്കാരനും വരുന്നുണ്ട്, മീഡിയം സൈസിലുള്ള ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും പഠിച്ചിട്ട് അതിൽ പരീക്ഷ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഈ പല റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പലരും പാവപ്പെട്ട ആളുകൾ ഇന്ന് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിലെത്തിയ ആളുകളുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ക്ലാസ്സിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിജപ്പെടുത്തിയതല്ല ഈ ഡോക്ടർ. പിന്നെ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് 2 വർഷം പഠിച്ച് അതിന് ഫീസ് കൊടുത്ത് പരീക്ഷ എഴുതി പിന്നെ അത് വാലിഡിറ്റി ഇല്ലാണ്ടാവുമ്പോഴുണ്ടാകുന്ന പ്രശ്നത്തിൽ നിന്നാണ് അവർക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ പലരും അഭിപ്രായപ്പെടുന്നത് വ്യക്തമായുള്ള കാരണമോ അതിനുള്ള പഠനമോ ഇല്ലാതെ വെറുതെ വിളിച്ചു പറയുന്നവരാണ് കൂടുതലും. ഈ ഈ നീറ്റ് പരീക്ഷയ്ക്ക് എന്തിനാണ് ഇത്ര കൊമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഡോക്ടറാവാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ മറ്റുള്ള കോഴ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഡേഞ്ചറായിട്ടുള്ള സംഭവമല്ല. ഈ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ പഠിക്കാതെ വന്ന് സർട്ടിഫിക്കറ്റ് എടുത്ത് ഡോക്ടറായ ആളുകൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്ക് തന്നെയാണ് പണി കിട്ടുന്നത്. ഈ മെഡിക്കൽ കോളേജിലൊക്കെ സർക്കാർ ആശുപത്രികളിലൊക്കെ പാവപ്പെട്ടവരാണ് കൂടുതലും വരുന്നത്. മീഡിയം ക്ലാസ്സിൽ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പണി കിട്ടും. ഇപ്പോൾ ചികിത്സ പിഴവ് എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടാവുണ്ടല്ലോ, ഇതാണ് ഈ കാരണം ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ പൈസ കൊടുത്തിട്ട് ഏത് മാർക്കുള്ള ആളുകളും എക്സാം എഴുതി അതിൻ്റെ സീറ്റ് നേടി സർട്ടിഫിക്കറ്റ് അയച്ച് അവർ ഡോക്ടറായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനുഷ്യൻ്റെ ജീവന് വരെ അപകടത്തിലാവുന്ന തരത്തിലുള്ള സംഭവമാണിത്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു എൻജിനീയർ പഠിച്ചിട്ട് പൈസ കൊടുത്ത് വാങ്ങി അത് ഇത്ര വലിയ പ്രശ്നമുള്ളതല്ല. ജനങ്ങളെ സംബന്ധിക്കുന്ന മരണപ്പെടുന്ന പ്രശ്നമൊന്നുമല്ല. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചികിത്സ പിഴവ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ രോഗി മരിക്കാനായിട്ട് ഇടവരും. അതും കൂടുതൽ പാവപ്പെട്ടവരാണ് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് തന്നെയാണ്. ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ തന്നെ അഭിപ്രായം. ഒരു ഉപരിവർഗത്തിൻ്റെ ബാധിക്കുന്ന ഒരു ക്രീം ലെയറിനെ ബാധിക്കുന്ന, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. മെഡിക്കൽ എൻട്രൻസിൻ്റെ വിഷയത്തിനേക്കാളും മുമ്പ് നമ്മുടെ നാട്ടിലെ ആഹാര വിതരണത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന ഒരു വലിയ സമരം നടന്നു, കർഷക സമരം. സോ കോൾഡ് ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഈ കോക്രോച്ചുകൾ എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ സാധനത്തിനാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഭാവിയെക്കുറിച്ചില്ല. ഈ സമരത്തിന്റെ ഭാവിയെക്കുറിച്ചും ഈ സമരത്തിന്റെ ഔട്ട്കമ്മിനെ കുറിച്ചും എനിക്ക് യാതൊരു, കാരണം എനിക്ക് ജന്തർ മന്ദറിന്റെ ഇപ്പൊ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാളാണ്.